നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളെ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയെ വെട്ടി കറി വെക്കുക എന്നുള്ളതാണ്. ഹായ്, ഹലോ ഫ്രണ്ട്സ്, വാട്സ്ആപ്പ്. എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. പ്രശ്നം വേറെ ഒന്നുമില്ല ഗൈസ്, കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ ഫോൺ ചീത്തായിപ്പോയി, ലാപ്ടോപ്പ് ചീത്തായിപ്പോയി. അപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ ഒരു വഴിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാം റെഡിയാക്കി ഒരു പുതിയ ഫോൺ വാങ്ങി ലാപ്ടോപ്പും ശരിയാക്കി അങ്ങനെയാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതുകൊണ്ട് ഒരുത്തൻ കത്തിയൊക്കെ വെച്ചോണ്ടിപ്പുണ്ട് തയ്യാറായിട്ട്. സംഭവം വേറെ ഒന്നുമില്ല, ഞാൻ ഇനി തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പൊ വീട്ടിലാണുള്ളത്. ഒരാഴ്ചത്തോളമായി വീട്ടിൽ എത്തിയിട്ട്. അപ്പോൾ ഈ തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും എല്ലാവരും കൂടെ വരുന്നുണ്ട്. കോളേജൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനും. 2-3 വർഷമായി അവരങ്ങോട്ട് ബാംഗ്ലൂരിലോട്ടൊക്കെ വന്നിട്ട്. സോ അവരിവിടെ വരുന്നുണ്ട്. അവർ വരുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ 2-3 കോഴികളുണ്ട്. അപ്പൊ അവർ വരുമ്പോഴത്തേക്കും ഈ കോഴികൾ തീറ്റയൊന്നും കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോണതിന് മുമ്പേ അതിനെ കറി വെച്ച് തിന്നാൻ പോവാണ്. കറി വെച്ച് തിന്നാൻ പോവാണ്. അപ്പൊ കോഴിയെ കട്ട് ചെയ്യണതും നാടൻ നമ്മളെ വീട്ടിൽ നിന്ന് വളർത്തുന്ന ഒരു കോഴിയെ കട്ട് ചെയ്യണതും അതിനെ കറി വയ്ക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ആണിത്. വ്യൂവേഴ്സ് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരണം. കാരണം കോഴിയെ കട്ട് ചെയ്യുമ്പം ഞാൻ ബ്ലഡ് ഒന്നും കാണിക്കില്ല എങ്കിലും ഇത് കണ്ടാൽ ചിലപ്പം മനസ്സിനൊരിതുള്ളവർക്കൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പലരുടെയും ചോയ്സ് ആണ്. വെജ് കഴിക്കാന്നുള്ളവർക്ക് വെജ് കഴിക്കാം, പിന്നെ ഇത് ചിക്കൻ കഴിക്കാന്നുള്ളവർക്ക് ചിക്കൻ കഴിക്കാം. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഇതെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യന് തിന്നാനാണ്. ന്യൂട്രീഷനും പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഇങ്ങനെ ഫുഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒന്നും നമ്മൾ മാറ്റി വെക്കേണ്ട കാര്യമില്ല. മാത്രമല്ല വീട്ടിൽ വളർത്തുന്ന കോഴി. സോ തുടങ്ങാം. കത്തി എന്ത് മൂർച്ച കൂട്ടിയാ? കോഴി കൂടെ തലയില്ലാതെ പറന്ന് കളിക്കരുത്, മൂർച്ച ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നമുക്ക് നേരെ കോഴിയെ നോക്കി പിടിക്കണം. കോഴി വലിയ ചാടി പോകരുത്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 2 കോഴി നമ്മൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അവന്മാർ 2 നമ്മളങ്ങ് തട്ടാൻ പോവുകയാണ്. എന്നാലും നല്ല കോഴി പിരട്ടം കൂട്ടി നമ്മൾ ഇന്ന് ചോറ് കഴിക്കും. വാ കഴിക്കാം. അല്ല, വാ കഴിക്കാന്ന്. വാ കട്ട് ചെയ്യാം. കാണിത് ഗൈസ്, ഇത് 2 മുട്ടക്കോഴിയാണ്. മുട്ട ഇടുന്ന ഇതും പൂവനാണോടാ? 2 മുട്ടക്കോഴിയാണ്, മുട്ട ഇടുന്ന കോഴിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, എന്റെയൊക്കെ അന്ത്യം എടുത്തിരിക്കുന്നു. ഗൈസ്, ഇതിന്റെ കാലാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കാലോണ്ട് ഇതിന്റെ 2 കാലും കൂട്ടി ചവിട്ടുക. രണ്ടാമത് ഇതിന്റെ 2 കൈ, അതായത് ചിറകുകൾ ഇങ്ങനെ കൂട്ടി ചവിട്ടി വെക്കുക. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാതിരിക്കും. ഇല്ലെങ്കിൽ അവൻ തല വെട്ടുമ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് പറക്കും. സോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കഴുത്തിങ്ങനെ നീട്ടി പിടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഞാൻ കട്ട് ചെയ്യണ കാണിക്കുന്നില്ല. ഇനി ഇത് കണ്ടിട്ട് കുറേ പേര് പറയും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഒരുമാതിരി വേറെ ബുദ്ധി വരും, ആൾക്കാരെ കൊല്ലാനും മടിക്കൂല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് പ്രശ്നം ഉണ്ടാകും. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. ഇതൊരു ജീവജാലമാണ്. ഇത് മനുഷ്യരെ കൊല്ലുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമുക്ക് കഴിക്കാൻ വേണ്ടി നമ്മൾ കൊല്ലുന്നത്, അല്ല എന്റർടൈൻമെന്റ് പർപ്പസിന് നമ്മൾ കൊല്ലുന്നതല്ല. സോ അങ്ങനെയുള്ള ആൾക്കാർ ദയവ് ചെയ്ത് വരാതിരിക്കുക. ഓക്കെ, അവൻ ചത്ത് കഴിഞ്ഞു. ഇതാ അവന്റെ ഗൈസ്, നമ്മുടെ ബൈബിളില് ഇപ്പൊ നമ്മൾ ആടിനെ കൊന്നാലും കോഴിയെ കൊന്നാലും അതിന്റെ കഴുത്തറുത്ത് രക്തം കളഞ്ഞ് മാത്രമേ അതിനെ കൊല്ലാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതാണ് ഗൈസ്, അതിനെ ഇപ്പൊ ഒരുപാട് പേര് കഴുത്തും ഞെരിച്ച് കൊല്ലുന്നുണ്ട്, വെള്ളത്തിൽ മുക്കി കൊല്ലുന്നുണ്ട്, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് എന്നാ പറയാ, ഈ കൊല്ലുന്ന ആൾക്കാരുടെ എളുപ്പം അനുസരിച്ച് ഇതേപോലെ പലര് ഇതിനെയും കൊല്ലാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടിച്ചാണ് ഈ ജീവജാലങ്ങളെ കൊല്ലുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, ജസ്റ്റ് കഴുത്ത് പിടിക്കുന്നു, കട്ട് ചെയ്യുന്നു, കൊല്ലുന്നു. അവിടെ വലിയൊന്നും സംഭവിക്കുന്നില്ല. നല്ല ഭംഗിയുള്ള കോഴിയാണ്, കൊല്ലാമുള്ള കോഴിയാണ് വർണ്ണിക്കുന്നത്. നിങ്ങളവിടെയൊക്കെ ഇങ്ങനത്തെ കോഴികളെ എന്താ പേര് വിളിക്കാന്ന് പറയാം. ഇവിടെ മുള്ളൻ കോഴി എന്നാണ് പറയാറ്. അപ്പോൾ അവനെ നമുക്ക് അടുത്ത് വക വരുത്താം. കാല് 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒടി പിടിച്ച് വെക്കുക. നിക്കടാ, ഇന്ന് ഭയങ്കര അഹങ്കാരം കേട്ടോ. എന്തോ കോഴിക്ക് അഹങ്കാരമോ? എന്റെ തല ഞാൻ ഛേദിക്കാൻ പോവുകയാണ്. അങ്ങനെ അവന്റെ കാര്യത്തിലും നമ്മളൊരു തീരുമാനമാക്കിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചിക്കനെ കഴിക്കാമെന്ന് ഒരുപാട് പേരും ചോദിക്കാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു? അഹിംസ, അത് ഇത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പലർക്കും പല രീതിയല്ലേ ഗൈസ്, പല മാനസികാവസ്ഥ. ഇവിടെ മനുഷ്യരെ തിന്നുന്ന ആൾക്കാർ വരും. ഓക്കെ, നേരെ പൂജികൾ
നരഭൂജികൾ. ആക്ച്വലി ഞാനിവിടെ വേണമെന്നില്ല ഗൈസ്, പപ്പയാണ് ഇവിടെ കട്ട് ചെയ്യാറ്. അത് കഴിഞ്ഞാണ് ഞാൻ കട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം ഞാൻ ഇല്ലാത്തപ്പോൾ എവനും കട്ട് ചെയ്യാറുണ്ട് കോഴി. പിന്നെ കൊച്ചു പിള്ളേരെ കൊണ്ട് കോഴിയെ കട്ട് ചെയ്യണ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഒന്നും ചെയ്യാത്തത്. ഗൈസ് ഇനി നമുക്ക് ഇതിൻ്റെ പപ്പും പൂടയും പറിച്ചെടുക്കാം. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ 2 കില്ലാടികളെയും നിനക്ക് വെള്ളം വേണോ ഇത് വേണോ? എനിക്ക് വെള്ളം മതി. അതിന് വെള്ളം മതിയൊന്ന്. ദാ വെള്ളം. ഗൈസ് ഈ പരിപാടിയാണ് നമ്മൾ കോഴി റെഡിയാക്കുമ്പോൾ നമുക്ക് ഏറ്റവും ക്ഷമയോടെ ചെയ്യേണ്ടത്. കാരണം ബ്രോയിലർ ചിക്കൻ ആണെങ്കിൽ അവരിങ്ങനെ തൊലിയോടെ മുരിച്ചെടുക്കും, അപ്പം പാടില്ല. പക്ഷെ നാടൻ കോഴിയാണ്, ഇതിന്റെ തൊലിക്ക് വരെ വളരെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ്, നല്ല നെയ്യത്തുള്ളത് തൊലിയിലാണ്. പക്ഷെ നമുക്ക് തൊലി കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പപ്പും കൂടെയും പിന്നി പറക്കിയാണ് തൊലി ഉൾപ്പെടെ നമ്മൾ കൂട്ടാൻ വയ്ക്കും. അപ്പോൾ ഇത് പിന്നി പറക്കുന്നതാണ് ഇച്ചിരി പാടുള്ള ജോലി. നമുക്ക് തുടങ്ങാം, ചിറകിൽ നിന്ന് അങ്ങ് തുടങ്ങാം. ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ച് വെച്ചെടുക്കുമ്പോഴത്തേക്കും തൊലി തിരിഞ്ഞ് വരണം നമുക്ക് കാണാൻ പറ്റും. സമയം എടുക്കും ഗൈസ്. 2 കോഴി. നീ എവിടെ പോയി? എന്ത് നോക്കാൻ പോയതോ? വാ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ഫിറോസൊക്കെ പറയും പോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മളെ വീട്ടിൽ വളർത്തുന്ന നാടൻ കോഴിയെ വെട്ടി കറി വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പപ്പും പൂടെയൊക്കെ പറിച്ച് കഴിഞ്ഞ് കോഴി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ടല്ലോ, ഫുൾ ക്ലിയർ ആണ്. ഇത് 2 വെട്ടിക്കളയും, ഈ 2 ചിറകും ഈ 2 കാലും. ഈ കാലിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ്. കാരണം നമ്മുടെ കർണാടകയിലെ ബാംഗ്ലൂരൊക്കെ ഈ കാലും തലയും തൊലി വിരിച്ച് അവര് കൂട്ടാൻ വെക്കാറുണ്ട്, ഫ്രൈ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങനെ എടുത്താരും കണ്ടിട്ടില്ല, ഞാൻ എടുക്കാറില്ല. ഇതിന്റെ ലിവറും കാര്യങ്ങളൊക്കെ എടുക്കുമെങ്കിൽ കാലും തലയൊന്നും ഞാൻ എടുക്കാറില്ല. ഇപ്പം കോഴി നല്ല തുണിയൊക്കെ മാറ്റി നല്ല കുട്ടപ്പനായി നേക്കഡ് ബോഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ചൂട്ടാണ്. ചൂട്ട് കത്തിച്ച് ഇതിനെ വക്കാൻ പോവാണ്. വക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മുടി ഇങ്ങനെ പറിച്ചെങ്കിലും ഇതിനകത്ത് ചെറിയ കാണാൻ പറ്റുമെന്ന് അറിയില്ല, ചെറിയ മുടികളുണ്ട്, കുറ്റിമുടികൾ. അപ്പൊ അത് നമുക്ക് പിന്നെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇത് ഈ ചൂട്ട് വെച്ച് വക്കിയാണ് ഈ മുടി കളയുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ വയറ്റിൽ പോവും, ചിലവർക്ക് വയറ്റിളക്കാൻ പിടിക്കും. അതുകൊണ്ട് ഇത് വെച്ച് വക്കി ഈ മുടി കളയും. എന്താണ് നിന്റെ കോഴി? എന്റെ കോഴിയാണ് പിന്നെ ഇപ്പൊ ചെറുതായി വന്നേ. എന്റെ കോഴിയാ വലുത്, എന്റെ കോഴി ചെറുതാ. കർണാടക കോഴി. യുദ്ധം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അടിക്കുന്ന വിളിക്കട. സോ നമുക്ക് അവന് വക്കിയിട്ട് വൃത്തിയെ കഴുകണം. അടുത്ത് നമ്മുടെ അമ്മച്ചിയുടെ ടിപ്സ് ആണ്, വക്കിയിട്ട് കോഴിയെ വൃത്തിയെ കഴുകണം. കഴുകാതെ പിന്നാലെ എടുക്കുക. ഗൈസ് ഇതാണ് കോഴിയുടെ കൊക്കറ. കോഴി എന്തൊക്കെ തിന്നാന്ന് നമ്മൾ ഇവിടെ തപ്പി നോക്കി മനസ്സിലാവും. ചോറുണ്ട്, മച്ചിനിയുണ്ട്, ചക്കയുണ്ട്. ഇതെല്ലാം കോഴിയുടെ വയറ്റിൽ കിടപ്പുണ്ട്. ഇതിനെല്ലാം പുറത്തെടുക്കാൻ പോവാണ്. ഇത് വലിയ കോഴി, അത് ചെറിയ കോഴി. നിങ്ങൾ ഈ 2 കോഴിയിൽ ഏത് കോഴിയാണ് നല്ല വൃത്തിയായിട്ട് പിന്നി പറക്കിയത് താഴെ കമന്റ് ചെയ്യുക. ഇത് യവൻ പിന്നിയ കോഴി, ഇത് ഞാൻ പിന്നിയ കോഴി. എല്ലാരും പറയും ഇവനെ സപ്പോർട്ട്. ഓ സെന്റി കോഴി പാവം. നമുക്ക് വേണമെങ്കിൽ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ 2 വിരൽ കൈകൾ ഇങ്ങനെ കറക്കാം. ഈ ഒരു കൈ ഇങ്ങനെ കറക്കാം, ഈ ഒരു കാലും ഓക്കെ. വാ നമുക്ക് വക്കാൻ പോവാം. ഇത് അത്തപ്പൂക്കളോ അല്ല, കോഴിയെ പിന്നിപ്പുറക്കി വെച്ചതാണ്. ഇതല്ലേ അവ ഇനി ഇരുന്ന് ക്ലീൻ ചെയ്യും. ഇത് ഞാൻ ചെയ്ത കോഴി, ഇത് അച്ഛൻ ചെയ്ത. ആരാണ് ഏറ്റവും കൂടുതൽ വൃത്തിയാക്കിയത് കമന്റ് ചെയ്യുക. ഇത് വെച്ച് വേണം പിന്നെ വക്കാൻ. ഇങ്ങനെയാണ് ഗൈസ് ഞാൻ വക്കുന്നത്. പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചെറിയ മുടികൾ കരിഞ്ഞു പോകും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ 2 കോഴിയും പപ്പും പൂടെയൊക്കെ പറിച്ച് കളഞ്ഞ് പിന്നെ റെഡിയാക്കി വക്കി അതിൻ്റെ ചെറിയ ഇതുപോലും എടുത്ത് കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 2 വാഴയില വെട്ടുക, ഇതിനെ കഷ്ണമായിട്ട് മുറിക്കുക, നേരെ പോയി കൂട്ടാൻ വയ്ക്കുക. അത്രയും മാത്രമേ ഉള്ളൂ. മെയിൻ പാർട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് നേരെ വാഴയില വെട്ടാൻ പോവാം. ഇത് നമ്മുടെ പറമ്പ് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ട് പറയുകയാണ്. നിങ്ങൾ പല വീഡിയോസിലും മുമ്പിലുള്ള പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. അതിനപ്പുറം 6ആണ്. അപ്പോൾ നല്ല 2 വാഴയില നോക്കി നമുക്ക് വെട്ടണം. ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ രണ്ട് നല്ല ഇടുക്കാഴ്ചയല്ല, ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പണ്ട് മുതലേ കണ്ടു തുടങ്ങിയ ഒരു സംഭവമാണ് ഇങ്ങനെ വാഴയിലയിൽ ഇറച്ചി വെട്ടി വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സൂക്ഷിക്ക വാളി. ഓ ശരിയടെ. ബലിക്കല്ലിട്ട് തന്നെ നമുക്കിങ്ങനെ വെട്ടി നോക്കാം. ഫ്രണ്ട്സ്, ഇതിന് വേണ്ടി നമുക്കൊരു ട്രഡീഷണൽ ആയിട്ട് നമ്മളിങ്ങനെ കോഴിയൊക്കെ മുറിക്കുന്നതായിട്ടുള്ളൊരു കത്തിയുണ്ട്. ആ കത്തി വെച്ചാണ് നമ്മൾ വീണ്ടും കോഴിയെ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതോ ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു കത്തിയാണിത്. കണ്ടോ, പണ്ടത്തെ ഒരു കത്തിയാണ്. ഈ കത്തി വെച്ചാണ് നമ്മൾ കോഴിയെ മുറിക്കാൻ പോകുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമാണ് കഴിച്ച് ഞാൻ കോഴിയെ കട്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ നമ്മുടെ കൊച്ചു പ്രായത്തിൽ വീട്ടിലിങ്ങനെ ആൾക്കാർ ബന്ധുക്കളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ കോഴിയെ അല്ലെങ്കിൽ താറാവിനെ അല്ലെങ്കിൽ ആടിനെ ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വന്ന് ഇവിടെയാണ് വെട്ടുക. അങ്കിളും എല്ലാവരും കാണും. പക്ഷേ ഇപ്പം എല്ലാവരും ബിസിയാണ്. ചേട്ടന്മാരായിരുന്നാലും പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് അങ്ങനെ കൂടാറൊന്നുമില്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് അങ്ങനെ മുറിക്കുന്നത്. അന്നൊക്കെ ഒരു ആഘോഷമാണ് എല്ലാവരും കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെ മുറിക്കുന്നത് ഒക്കെ. ബ്രോയിലർ ചിക്കൻ്റെ നാടൻ കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാടൻ കോഴി വേവാനും സമയമെടുക്കും. നല്ല ന്യൂട്രീഷനുള്ള മീറ്റാണ്. മാത്രമല്ല അധികം ഇറച്ചി കാണൂല അതിൽ. ബ്രോയിലർ ചിക്കൻ ഒരു കോഴിക്ക് തന്നെ 3-4 കിലോ വേണം. പക്ഷേ ഇതിൽ 1 കിലോ 2 കിലോ മാക്സിമം ഇതിൽ വരുന്ന തൂക്കം. പക്ഷെ അത്രയ്ക്ക് ഫാറ്റും നല്ല ബോഡിക്ക് ആവശ്യമുള്ള ഫാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാറ്റും ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ അടിനാളിക്കൊരു കുത്തു കൊടുത്ത് അവിടെ നിന്ന് കീറിയെടുത്ത് അപ്പോഴത്തേക്ക് പുള്ളിക്കാരിങ്ങനെ ഓപ്പണായി വരും. താഴെ നമ്മളിങ്ങനെ വലിച്ച് അങ്ങനെ എടുക്കുന്നത്. കീറിയെടുക്കുമ്പോഴത്തേക്ക് ഇത് മുട്ടക്കോഴിയാണ്. അതുകൊണ്ടാണ് ഈ മുട്ടകളൊക്കെ ഇരിക്കുന്നത്. കുടല്, മുട്ട, മാങ്ങ എല്ലാം ഉണ്ട്. ലിവറിൻ്റെ അവിടെ കയ്പുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചെടുക്കണം. ഫ്രണ്ട്സ്, നമ്മളെ വീട്ടിൽ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ ഈ ലിവറും മാങ്ങയും അതേപോലെ തന്നെ ഇതിൻ്റെ സ്കിന്നൊക്കെ ഇട്ട് തേങ്ങയിട്ട് കൂട്ടാൻ വയ്ക്കും. അതാണ് ഇവിടുത്തെ നമ്മളെ വീട്ടിലെ ഒരു സ്പെഷ്യൽ ഐറ്റം. അതാണ് കഴിച്ച് ലിവർ. ഇതിൻ്റെ കൂടെ ഒരു കയ്പ് പോലത്തൊരു സാധനമുണ്ട്. ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞു. ഈ കയ്പെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കഴിച്ചു പോകും ചിക്കൻ. ഗൈസ്, ഇതാണ് അതിൻ്റെ കൊച്ചു കൊച്ചു മുട്ടകൾ. ഇത് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഇടാൻ വെച്ചിരുന്ന മുട്ടയാണ് നമ്മൾ ആ മൂട്ടിച്ചെടുക്കുന്നത്. ഇതൊന്നും ഇല്ലല്ലോ, പറ്റിച്ചോ നമ്മൾ. 2 കോഴി വെട്ടിയപ്പോൾ കിട്ടിയ ചിക്കനാണ് ഗൈസ്. ഇതിപ്പോൾ ബ്രോയിലർ കോഴിയായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ ഒരു 6-5 കിലോ എങ്കിലും നമുക്ക് കയ്യിൽ കിട്ടിയാണ്. ഇതിപ്പോൾ ഒരു 3 കിലോ തികച്ച് കാണുമെന്ന് സംശയമാണ്. അതാണ് നാടൻ കോഴിയുടെ പ്രത്യേകത. 1000 കോഴിക്ക് കാടാന്ന് പറയുമ്പോൾ തന്നെ നാടൻ കോഴികൾക്ക് എപ്പോഴും മൂല്യം കൂടുതലും ക്വാണ്ടിറ്റി കുറവായിരിക്കും. ശരി, എത്ര വേണം കഴിയാൻ കേട്ടോ. ബ്രോയിലർ ചിക്കൻ പോലെ അല്ല. നമുക്ക് ഈ വൃത്തിയാക്കിയ ചിക്കൻ എല്ലാം കൂടെ കൊണ്ടുപോയി നല്ല നാടൻ കോഴി പെരട്ട് വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിരിക്കുന്നു. ചിക്കൻ റെഡി ആയിരിക്കണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ പെരട്ട്. നല്ല വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റി, കുരുമുളക്, പച്ചമുളക് എല്ലാം ഇട്ട് നല്ല വഴറ്റി ഏകദേശം 1 മണിക്കൂറോളം ഇട്ട് വഴറ്റി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. നമുക്ക് നേരെ തലയ്ക്ക് മൂത്ത, നമ്മുടെ ഫാമിലി തന്നെ തലയ്ക്ക് മൂത്ത ആളായ നമ്മുടെ അമ്മച്ചിയുടെ അടുത്ത് ഇതിന്റെ ടേസ്റ്റ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മച്ചി, അത്രയും കുറച്ച് ആ സ്പൂണിലെടുത്ത് കഴിച്ചിട്ട് എന്തോ എങ്ങനെ ഉണ്ടെന്ന് പറയും. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. അമ്മച്ചി ബൈബിൾ വായിച്ച് ബിസി ആയിരുന്നു. കഷ്ണം ഇച്ചിരി പൊടിഞ്ഞു പോയി, കാരണം നല്ല വഴട്ടി മല്ലിയിലയുടെ ഒരു കുറവുണ്ട്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അമ്മച്ചി പണ്ട് വയ്ക്കുമ്പോൾ അത്ര ഒന്നാവൂല, എങ്കിലും കൊള്ളാല്ലേ, കുഴപ്പമില്ലല്ലോ. ഫ്രണ്ട്സ്, അപ്പോൾ അമ്മച്ചിയുടെ അഭിപ്രായത്തിൽ കൊള്ളാന്നാണ് പറയുന്നത്. ഇനി ഫാമിലി മെമ്പേഴ്സൊക്കെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് അവർക്ക് കൊടുക്കാൻ. സോ നമ്മുടെ കോഴിയെ തട്ടി ചിക്കനാക്കുന്ന വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ കിട്ടില്ല വീഡിയോസുമായിട്ട് വരുന്നവരെ ബൈ, ടാറ്റാ.